ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ സാക്ഷ്യം ജനത്തിനു വേണ്ടി സാക്ഷ്യമായി കാണിക്കുവാനായി പറഞ്ഞു. യേശുക്രിസ്തു സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു. സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മനുഷ്യന് പകരമായി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ പാപരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഞാനും എന്നെപ്പോലെയുള്ള അനേകം ആളുകൾ അവർക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്കും രക്ഷ നേടാനും പാപരോഗത്തിൽ നിന്ന് സൗഖ്യമാകുവാനും കഴിയും. നിങ്ങൾക്കതിന് കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.